ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ചോടി വന്നതാണ്. ഞാനെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളാണെന്ന് വിചാരിക്കും. ഞാനും എൻ്റെ ഭാര്യ വീടും തമ്മിൽ ഏകദേശം 20 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര നേരം ഞാൻ അവിടെ ആയിരുന്നു. അപ്പം അവിടെ നിന്നൊരു വീഡിയോ ചെയ്ത് നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് വീണ്ടും ഓടി ഇവിടെ വന്നിട്ട് രാത്രി വീണ്ടും തിരിച്ചു പോകണം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. വേണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുമോ അങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയും. ഈ ഒരു വീഡിയോയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. സാധാരണ ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് ധാരാളം ആൾക്കാർ വന്നതുകൊണ്ട് ഞാൻ അവരോട് പറയുകയാണ്, ഈ ഒരു വീഡിയോയുടെ ആയുസ് നാളെ രാവിലെ വരെ ഉള്ളൂ. അതിനുശേഷം ഈ വീഡിയോയ്ക്ക് പ്രസക്തിയില്ല, ഇല്ലേ? ചിലരൊക്കെ കാണാറുണ്ട്, പഴയ വീഡിയോകളൊക്കെ ചുമ്മാ എടുത്ത് കാണാറുണ്ട്. എങ്കിലും 99% ഈ വീഡിയോയ്ക്ക് നാളെ കഴിയുമ്പം പ്രസക്തി ഇല്ലാതെ വരും. നമ്മളിപ്പോൾ ഒരു ഫുഡ് വ്ലോഗ് ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്ന പോലെയൊന്നും അല്ല ഇത്. നാളത്തെ ഒരു ദിവസത്തെ ഇത് കഴിയുമ്പോൾ എൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞു. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം $3 അല്ലെങ്കിൽ 4. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ. $3 അല്ലെങ്കിൽ മാക്സിമം ഒരു $4. അതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്തിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല. അത് നിങ്ങൾ ആലോചിച്ചോ. അപ്പം ആരെങ്കിലും അങ്ങനെ മനസ്സിലാർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ കാശിന് വേണ്ടി ഇങ്ങനെ ഓടി വന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വിട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നലെ നമ്മൾ വാണിയത്തിൻ്റെ കഥ പറഞ്ഞ് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഒരു പിക്ചർ ചെയ്തു തരാമെന്ന് പലരോടും ഞാനിങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ധാരാളം പേര് അതുമായിട്ട് ആപ്റ്റാകുന്ന രീതിയിൽ ഒരു പിക്ചർ എനിക്ക് അയച്ചു തന്നു. അതിൽ ഏറ്റവും നന്നായി അതിനോട് ഒത്തിണങ്ങിയ ഒരു പിക്ചർ, ധാരാളം പിക്ചർ ഉണ്ടായിരുന്നു, എങ്കിലും അതിനോട് ഏറ്റവും അടുത്തായിട്ട് എൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ യോജിക്കത്തക്ക രീതിയിലുള്ള അതും പൂർണ്ണമായിട്ടല്ല എങ്കിലും മാച്ചാകുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ വന്നു. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അൺസേർട്ടനാണ്. പുറത്ത് ഭയങ്കര മഴ, വെടിക്കെട്ട് മഴ ആണ് തുടങ്ങി. ഓക്കെ, ജനൽ തുറന്നിട്ടേക്കുക. ഓക്കെ, അപ്പം എന്താ പറഞ്ഞു വന്നേ? അൺസേർട്ടനിറ്റി വളരെ ക്രൂഷ്യലാണ്. ഇതുവരെയായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പം വരെ ഇറാൻ്റെ ഡെലിഗേറ്റ്സ് എവിടെ വന്നിട്ടില്ല, പാകിസ്ഥാനിൽ വന്നിട്ടില്ല എന്നാണ് ബ്ലൂംബർഗും ഇപ്പം ഉള്ള ന്യൂസിൽ പറയുന്നത്. അമേരിക്കയുടെ ഡെലിഗേറ്റ്സ് അവിടുന്ന് വിട്ടു എന്ന് പറയുന്നു. നാളെയാണ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രംപ് പറയുന്നു ഇനിയും ഒരു സീസ് ഫയർ എക്സ്റ്റൻഷൻ ഇല്ല എന്ന് ട്രംപ് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് കുറച്ച് കലിപ്പിൽ കൂടാണ് നിലവിലത്തെ അവസ്ഥയിൽ. അപ്പം നാളെ ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഈ ടോക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മേ ബി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്ന് രാത്രി നമുക്ക് എൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും. ഒരു മിനിറ്റ്, ഭയങ്കര മഴ, ഞാൻ ജനലൊന്ന് അടയ്ക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, മഴ തിമിർത്ത് പെയ്യുന്നു. അപ്പം ഇതുവരെയായിട്ടും ഇതിനൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പം നാളെ ഏതെങ്കിലും കാരണവശാൽ ഈ ചർച്ച പാളിപ്പോയാൽ ട്രംപിൻ്റെ ഇതിനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാൽ ഇനി സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. നാളെയാണ് അതിൻ്റെ അന്തിമ ദിവസം. അപ്പം ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഇന്ന് രാത്രിയിലും നാളെയായിട്ട് വളരെ അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് US മാർക്കറ്റ് ജസ്റ്റ് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് US മാർക്കറ്റ് ഇന്ന് പ്രതികരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റി വാച്ച് ചെയ്യുക. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തത് ഏകദേശം ഒരു നെഗറ്റീവ് സോണിലോട്ടാണ് ഇപ്പം പോകുന്നത്. നേരത്തെ ക്ലോസ് ചെയ്തതിനേക്കാളും ജസ്റ്റ് ക്ലോസ് ചെയ്തതിൻ്റെ താഴോട്ടാണ് മാർക്കറ്റ് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് US ഫ്യൂച്ചർ നോക്കിയാൽ മേലോട്ട് പോകുന്നു. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഇനി എന്തായാലും രാത്രി നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റിയും US മാർക്കറ്റ് വാച്ച് ചെയ്യുക. എന്താണ് സംഭവിക്കുന്നത്, ന്യൂസുകൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഓരോ ന്യൂസുകളും നാളത്തെ മാർക്കറ്റിനെ പിടിച്ചു വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്, ട്രംപിൻ്റെ ടീംസും അല്ലെ വേറെ ആരൊക്കെയോ ഇൻസൈഡർ ട്രേഡിങ് ഇത് വെച്ച് ചെയ്യുന്നുണ്ടെന്ന് അതിന് ഒരു അലിഗേഷൻ രൂപപ്പെട്ട് വരുന്നുണ്ട് മാർക്കറ്റിലും. വേൾഡിൽ തന്നെ ഇങ്ങനെ ഓരോരോ ന്യൂസുകൾ ട്രംപ് ക്രിയേറ്റ് ചെയ്ത് അതിനെ വെച്ചിട്ട് അതിന് മുന്നേ പൊസിഷൻസ് എടുത്ത്
ധാരാളം പൈസ ഉണ്ടാക്കുന്നു എന്നൊരു അലിഗേഷൻ ഇപ്പം, നേരത്തെ ഒരു അലിഗേഷനായിട്ട് ചുമ്മാ ഒരു റൂമറായിട്ട് മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ അലിഗേഷൻ്റെ ശക്തി കൂടി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും എങ്ങനെയാണ് മുമ്പോട്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. അത് മാർക്കറ്റ് ഇപ്പം നിഫ്റ്റി പതുക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ എന്തായാലും എന്ന് പറയും നാളെ പൊട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. നാളെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നമുക്ക് നമ്മുടെ മുന്നിലൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഡേ ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. 22,720 എന്ന് പറയുന്ന ഒരു ഡേ ട്രെൻഡ് ലൈനാണ്. ഈ ഡേ ട്രെൻഡ് ലൈൻ ഒരു പ്രധാനപ്പെട്ട ഡേ ട്രെൻഡ് ലൈനാണ്. നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡേ ട്രെൻഡ് ലൈൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാ നോക്കുക, ഇത് കണ്ടോ, ഇതൊരു ഡേ ട്രെൻഡ് ലൈൻ, വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറണം. ഡേ വൈസിലും മുകളിലോട്ട് കയറി ഡേ വൈസിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. നിങ്ങൾ അത് വാച്ച് ചെയ്യുക. നാളെ എന്താണ് സംഭവിക്കുന്ന കാര്യം. നാളെ ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല. കഴിവതും രാവിലെ വോയിസ് ഇടാൻ പോലും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നാളെയാണ് ഫ്യൂണറൽ സർവീസ്. ഹോസ്പിറ്റലിലും ഒക്കെ മോർച്ചറിയിലൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാളെ എത്രത്തോളം ഇത് ഇടയ്ക്ക് വരാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾ നോക്കുക. രാവിലെ പറ്റുന്നെങ്കിൽ വെളുപ്പിനെ ഞാൻ ഒരു വോയിസ് രാവിലെ 7 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ വല്ലതും ഇടാൻ നോക്കാം, എന്തെങ്കിലും വയലൻ്റ് മൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് നമുക്ക് നോക്കാനുള്ളത് 24,340 എന്ന് പറയുന്ന ഒരു ലൈനാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഒരു അപ്സൈഡ് പോകും. ആ അപ്സൈഡ് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഹൈ നല്ലൊരു വോളിയത്തോടു കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഏണേകോണേ ശങ്കരച്ചാര എന്ന് പറഞ്ഞ കണക്ക് ഈ ആടി തൂങ്ങിയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഈ ആഴ്ചത്തെ ഇന്നത്തെ ഓപ്ഷൻസ് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നെക്സ്റ്റ് എക്സ്പയറി ഒക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു അവസരം അവർക്ക് ഉണ്ടായിരുന്നു. എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി പിന്നെ വിശദീകരിക്കാൻ താല്പര്യമില്ല. കാരണം നിങ്ങളുടെ ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്ന ഓരോരോ സ്റ്റൈലിലാണ് ഇല്ലേ. നിങ്ങൾ പൊസിഷൻ എടുക്കുന്നതും നിങ്ങൾ ഒരു ട്രേഡിൽ എൻട്രി എടുക്കുന്നതൊക്കെ ഓരോരുത്തരും വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടിയാണ്. എന്തായാലും എനിക്ക് ഇങ്ങനെ ഉപദേശിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. അവിടെ പൊസിഷൻ എടുക്കണോ വേണ്ടായോ, എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. എന്തായാലും ഇവിടെ നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുകയോ ഒന്ന് ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോയി. എനിവേ എന്തായാലും ഇവിടെ നിങ്ങൾ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. എന്തായാലും ഒരു മാന്യമായ പ്രോഫിറ്റ് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ബോക്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം മൊത്തം ബോക്സിൻ്റെ കളികളാണ്. അപ്പോൾ എല്ലായിടവും കൂട് വരച്ച് അവസാനം ഒരു പണിയാകുമോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത് ഒരു കൂടായിട്ട് ഇവിടെ കിടന്നോട്ട് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഇത് ചുമ്മാ ഇവിടെ കിടന്നോട്ട്. നാളെ എന്താ സംഭവിക്കും, നാളെ വലിയ ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന് പ്രത്യേകതയില്ല, യാതൊരു പ്രസക്തിയില്ല കേട്ടോ. നാളെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ബോക്സിന് പ്രസക്തി ഉള്ളൂ. വലിയ ഗ്യാപ്പോ വലിയ ഗ്യാപ്പ് ഡൗണോ ഉണ്ടാകുകയാണെന്നെങ്കിൽ യു ഫോർഗോട്ട് ഇറ്റ്, ഇത് മറന്നേക്കുക. ഇതിന് യാതൊരു പ്രസക്തിയും ഇല്ല. ഓക്കെ. അപ്പോൾ നാളെ ഇനിയിപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ 24,480 ഇന്നലത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ ഹൈക്ക് താഴെ മാർക്കറ്റ് പോകുന്നുണ്ട്. ഓക്കെ, താഴെ മാർക്കറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ തിരിച്ച് ഇത് വേണ്ട, ഈ 24,340 ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മോളോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോളിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ നല്ല ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്യണം. നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് ലെവൽ റാലി നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ മുകളിലോട്ട് പോയാൽ ഈ ട്രെൻഡ് ലൈൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ 24,480 ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ 24,340 വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നാളെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. നാളെ വളരെ സൂക്ഷിച്ചും കണ്ണ് ട്രേഡ് ചെയ്യുക. ഇന്ന് രാത്രിയിൽ വളരെ നിർണായകമാണ് എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി പതുക്കെ പൊട്ടി വീണോണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് രാത്രിയിൽ കറക്റ്റായിട്ട് അറിയാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇപ്പം പറയാനില്ല. ഈ ആഴ്ച കൂടെ നിങ്ങൾ എങ്ങനെ ഒന്ന് ക്ഷമിക്കുക. കാരണം എൻ്റെ ഈ തിരക്കുകളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ ശേഷം അടുത്ത ആഴ്ച വീക്കിലി അനലിസിലൂടെ നമുക്ക് ശക്തമായിട്ട്
ആക്റ്റീവായിട്ട് ഞാൻ മാർക്കറ്റിൽ വരാം. അതുവരെ നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.